ജോഷി മയ്യാറ്റിൽ ഇപ്പോൾ ഈ വിവാദം പുതിയതല്ല. പക്ഷേ ഹൈക്കോടതി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതിനെതിരായ ഒരു ഉത്തരവ് നൽകിയതോടുകൂടിയാണ് വിവാദം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അവിടെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിൽ എതിർപ്പില്ല, ഈ രീതിയിൽ അങ്ങനെയൊരു വ്യാഖ്യാനമാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ അംഗീകരിക്കുന്നില്ല, വഖഫ് മന്ത്രിയും അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊരു നിലപാട് എടുത്തിട്ടില്ല, അങ്ങനെയൊരു നിലപാട് സംസ്ഥാന സർക്കാരിനില്ല എന്നതാണല്ലോ. പക്ഷേ യാഥാർത്ഥ്യം ഇവർ മറച്ചു വയ്ക്കുകയല്ലേ? വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ള 2 പേരെയെങ്കിലും നിയമിക്കാതെ പുനഃസംഘടിപ്പിക്കാൻ കഴിയില്ല എന്നത് തന്നെയല്ലേ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി വന്ന സാഹചര്യത്തിൽ വഖഫ് ഭേദഗതി നിയമം അങ്ങനെയാണല്ലോ. മഞ്ജുഷ, ഇത് ഈ ജനത്തെ കണ്ണില് പൊടിയിടാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഇവിടെ മാർച്ച് മാസത്തില് ഈ വഖഫ് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, പിണറായി സർക്കാർ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ ഓർഡർ, ഗസറ്റ് ഓർഡർ ഉണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കൂ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് ഉമീദ് ആ വഖഫ് നിയമം അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നാണ്. അതിന്റെ അർത്ഥം വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പിണറായി സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഈ ഉമീദ് ആ ആക്ടിലെ അല്ലെങ്കിൽ ആ ഭേദഗതി നിയമവും അതിൽ പെട്ട കാര്യങ്ങളും എല്ലാം അല്ലാതെ പിന്നെ ഏതാ നിയമം വേറെ ഉള്ളത്? നിയമം ഒന്നല്ലേ ഉള്ളൂ, അത് ആ സെക്ഷൻ 14 ആണ്. ആ സെക്ഷൻ 14 കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച മുഴുവൻ, ഇപ്പൊ മഞ്ജുഷ പോലും പറഞ്ഞത് അല്പം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ചർച്ച മുഴുവൻ ഈ നോൺ മുസ്ലിംസ് എന്നുള്ള വിഷയത്തിലേക്ക് വന്നിരിക്കുന്നു. സത്യത്തിൽ ടോൺ ജോർജ് കൊടുത്ത ആ ഒരു കേസ്, അത് സത്യത്തിൽ കഴമ്പില്ലാത്തൊരു കേസായിരുന്നു. അതല്ല ഇവിടുത്തെ വിഷയം. 4 ഹർജിക്കാർ ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ 4 ഹർജിക്കാരില് 3 പേരുടെയും വാദങ്ങള് അതിശക്തമായ വാദങ്ങളാണ്. ഇല്ലീഗലായിട്ടാണ് വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ തെളിവ് സഹിതമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണത്. അതിൽ ഇപ്പറയുന്ന നോൺ മുസ്ലിംസ് എന്ന് പറയുന്ന വിഷയം, അത് ഷോൺ ജോർജ്, അതുകൊണ്ട് തന്നെയാണ് നോക്കണം ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഫൈസി ആവട്ടെ, അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെ ഹംസയാകട്ടെ, ആരുമാവട്ടെ, ഇവര് പോയിരിക്കുന്നത് ഷോൺ ജോർജിന്റെ കേസും പൊക്കി പിടിച്ചിട്ടാണ്. അല്ല ഫാദർ ജോഷി മയ്യാറ്റിൽ, ഇതിൽ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോഴും ഈ കേന്ദ്ര നിയമം പാലിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ കേന്ദ്ര നിയമം പാലിക്കുക എന്ന് പറയുമ്പോൾ അതിലെ ഇപ്പോൾ എന്താണോ പുതിയതായിട്ട് ഭേദഗതിയിൽ വന്നിരിക്കുന്നത്, അതിപ്പോൾ അമുസ്ലിങ്ങളെ നിയമിക്കണം എന്നുള്ളതുണ്ട്. പിന്നെ മറ്റ് വിഭാഗങ്ങൾ, ഇപ്പോൾ ഷിയ വിഭാഗത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളത്, ബോറ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പാലിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്, ഞങ്ങൾ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ UDF സർക്കാർ അത്തരമൊരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇതും തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയായി പോയില്ലേ? തീർച്ചയായും ശ്രീ പിണറായി വിജയൻ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇറങ്ങിയിരിക്കുന്ന ഗസറ്റ് ഓർഡർ വായിച്ചു നോക്കൂ. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന സെക്ഷൻ 14 അനുസരിച്ച് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നാണ്. എന്നിട്ട് അത് അനുസരിക്കാതെയാണ് നിയമനങ്ങൾ നടത്തിയത്. പല പ്രശ്നങ്ങൾ, 5 വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ നോൺ മുസ്ലിംസിന്റെ വിഷയമുള്ളത്. ജോയിന്റ് സെക്രട്ടറി, വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ജോയിന്റ് സെക്രട്ടറി റവന്യൂ വകുപ്പിന്റെ ആളാണ്. അതിനു പകരം കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ആരെയാ? നിയമവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറിയാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. പിന്നെ 9 പേരെ വെച്ചു. 9 പേരും സുന്നി വിഭാഗത്തിൽപ്പെട്ടത്. അതും ഈ നിയമത്തിന്റെ സ്പിരിറ്റിന് വിരുദ്ധമാണ്. അവിടെയാണ് മറ്റൊരു ഹർജിക്കാര് പറഞ്ഞിരിക്കുന്നത്, ഷിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ബോറയിൽ നിന്ന് ആരും വന്നിട്ടില്ല. അതാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, ഇതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഷോൺ ജോർജിന്റെ വിഷയമായിട്ട് മുന്നോട്ട്. കാരണം ഷോൺ ജോർജിന്റെ വാദം അത് കാര്യമായ ബലമില്ലാത്ത വാദമായിരുന്നു. കാരണം വളരെ വ്യക്തമായും അങ്ങനെ ഉള്ള സമാനമായ ഒരു കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ വരികയും അവിടെ വഖഫ് ബോർഡിനെ സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്തു. അതിനെതിരെ കോടതിയിൽ പോയി. അത് കോടതിയിൽ ഫെബ്രുവരി 19
സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വരികയും ചെയ്തു. അതായത് രണ്ടുപേരെ നിയമിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ഈ വഖഫ് ബോർഡിനെ മൊത്തത്തിൽ പിരിച്ചുവിടണമെന്ന് പറയുന്നതിൽ ന്യായമില്ല, ആ സ്റ്റേ ശരിയായതല്ല എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരാഗ്രഹിക്കുന്നത് ആ ലൈനിലേക്ക് കേസ് കൊണ്ടുപോയാൽ, ഈ പറയുന്ന ഷോൺ ജോർജ് കൊടുത്ത കേസ് കൊണ്ടുപോയാൽ മദ്രാസ് ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതി കൊണ്ടുവന്ന ആ ഒരു വിധി, ആ വിധി അനുസരിച്ച് കാര്യങ്ങൾ പൊയ്ക്കോളും എന്ന ഒരു തോന്നലാണ്. പക്ഷേ കവയേറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റു ഹർജിക്കാര് എന്ന് മാത്രമല്ല മഞ്ജുഷ്, ഇവർ രണ്ടുപേരും കൊടുത്തിരിക്കുന്നത്, വഖഫ് ബോർഡ് കൊടുത്തിരിക്കുന്നതും ശ്രീ ഫൈസി മുക്കം കൊടുത്തിരിക്കുന്നതും ആ കേസ് ഒന്ന് വായിച്ചു നോക്കിയേ. അതിൽ രണ്ടുപേരും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് വഖഫ് നിയമം അനുസരിച്ച് സെക്ഷൻ 14 അനുസരിച്ച് ഈ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉമർ ഫൈസി മുക്കം കൊടുത്തിരിക്കുന്നത്, അതല്ലേ അദ്ദേഹം, താങ്കൾ പറഞ്ഞതല്ലേ, അദ്ദേഹത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പോലെ കേന്ദ്ര നിയമം അനുസരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. പക്ഷേ ഇവരെല്ലാം വെളിയിൽ വന്ന് പറയുന്നത്, ഇന്ന് സമസ്തയുടെ മുഖപത്രം തന്നെ UDF സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നിരുന്നു, ആ മുസ്ലിങ്ങളെ നിയമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സമസ്തയുടെ നിലപാടും EK സമസ്തയുടെ നിലപാടും അത് തന്നെയാണ് എന്നതാണല്ലോ വ്യക്തമാകുന്നത്. ഇപ്പോൾ ശ്രീ ജവാദ് മുസ്തഫാബി, സുന്നി ആക്ടിവിസ്റ്റ്, അദ്ദേഹം കൂടി ചേരുകയാണ്. ശ്രീ ജവാദ് മുസ്തഫാബി, യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ എന്തായാലും കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞു, പിന്നെ ചാലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജികളുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളും അതനുസരിച്ച് പുനഃസംഘടനയും നടത്തി കഴിഞ്ഞു അതാത് സംസ്ഥാനങ്ങളുടെ വഖഫ് ബോർഡുകളിൽ. കേരളം വിട്ടു നിൽക്കുകയായിരുന്നു. പക്ഷേ കേരളം ഇത്തരത്തിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചപ്പോൾ കേന്ദ്ര നിയമം അനുസരിക്കുന്നു എന്ന് പറയുകയും അതിൽ പക്ഷേ ഈ അമുസ്ലിങ്ങളെ നിയമിക്കാതിരിക്കുകയും ചെയ്തു. അതാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞു എന്ന് തന്നെ പറയാം. അത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നതാണല്ലോ. സുപ്രീം കോടതിയിലേക്ക് ഹർജി പോയിരിക്കുകയാണ്. ഇപ്പോൾ വഖഫ് ബോർഡ് നേരിട്ട് ഹർജി കൊടുത്തിട്ടുമുണ്ട്. അത് മറ്റുള്ളവർ കൂടി അതിൽ കക്ഷി ചേരാൻ വരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നത് ഈ കാര്യത്തിൽ? നിങ്ങളുടെ ആവശ്യം എന്താണ്? എങ്ങനെ വേണം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാൻ എന്നാണ് ഞാൻ ആമുഖമായി പറയുന്നത്. കേരളത്തിന് പരിചിതമല്ലാത്ത വർഗീയ വിദ്വേഷം നിറഞ്ഞൊരു അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആ ചർച്ചകളിൽ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ചില മുഖങ്ങളും ആ കേസിൽ താല്പര്യം കാണിക്കുന്ന ആളുകളും എല്ലാം കേരളത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായ ചില മാറ്റത്തിന്റെ പ്രകടമായ അടയാളങ്ങൾ കൂടിയാണ്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യമായി ഉമീദ് ആക്ടിലെ ഈ സെക്ഷൻ 14 എന്ന റൂള്, ഈ ഒരു ഭേദഗതി എന്താണ് വഖഫ്, ഇതിനെങ്ങനെയാണ് ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതല്ലാത്ത പൊതുപ്രവർത്തകർ, ഇങ്ങനെ പലരും സുപ്രീം കോടതിയിൽ ആ ഭേദഗതിക്കെതിരായ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.